ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ആഗോള കത്തോലിക്ക സഭ മാത്രമല്ല, ലോകമാസകലം ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും പുണ്യങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരെയും ഒരിടത്തേക്ക് കണ്ണോടിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൂരെ നിന്ന് രാജാക്കന്മാരെത്തിയപ്പോൾ അവർക്ക് നക്ഷത്രം വഴികാട്ടി. ആ നക്ഷത്രം വഴികാട്ടി അവരെ കൊണ്ടെത്തിച്ചത് ഒരിടത്താണ്, ഉണ്ണീശോയുടെ അരികിലേക്ക്. ആട്ടിടയന്മാർ അവർ മലഞ്ചെരുവിൽ ആടിനെയും മേയിച്ചുകൊണ്ട് രാത്രി നിൽക്കുകയായിരുന്നു. അവർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരെ വഴി കാണിച്ചതും അവരെ എത്തിച്ചതും ഒരിടത്താണ്, ബെത്ലഹേമിൽ ഉണ്ണീശോ പിറന്ന ആ ഇടത്തേക്ക്. സ്വർഗത്തു നിന്ന് മാലാഖമാർ പറന്നിറങ്ങിയിടം ബെത്ലഹേമിലെ കാലിത്തൊഴുത്താണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യരും മനുഷ്യരാശിയും കാലികളും എല്ലാവരും എത്തിച്ചേർന്ന ഒരേ ഒരിടമായി മാറി ബെത്ലഹേം. അതിനൊറ്റ കാരണമാണ് രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നു വീണു. രക്ഷകൻ ഈ ഭൂമിയിലെ കേന്ദ്രമായി മാറി. എല്ലാവരുടെയും കണ്ണ് ഒരിടത്തേക്ക് മാത്രം പതിച്ചു തുടങ്ങി. അതാണ് ഈ രാത്രിയുടെ ഏറ്റവും വലിയ മനോഹാരിത. കണ്ണ് മാറിപ്പോകാതിരിക്കാൻ, ശ്രദ്ധ ചലിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ഇമ്പതട്ടാതെ നോക്കി നിൽക്കേണ്ടത് ആ ഏറ്റവും നിഷ്കളങ്കമായ കുഞ്ഞിനെയാണെന്ന് ഓർക്കേണ്ട രാത്രിയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം എന്താണെന്നറിയോ? ഒരിക്കലും ഇമ തട്ടാതിരിക്കുക, വഴികൾ മാറിപ്പോകാതിരിക്കുക, യാത്രകൾ തെറ്റിപ്പോകാതിരിക്കുക. 3 രാജാക്കന്മാർ നടന്നു പോയപ്പോൾ അവരാദ്യം എത്തിച്ചേർന്നത് ഹെറോദസിൻ്റെ കൊട്ടാരത്തിലാണ്. നക്ഷത്രം അവരെ വഴിതെറ്റിച്ചു. എന്നാൽ അവരവസാനം എത്തിച്ചേർന്നു ക്രിസ്തുവിലേക്ക്. വഴിതെറ്റിപ്പോയി ചില ദുഷ്കരമായ ഇടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓർക്കണം, അവസാനം നമ്മൾ എത്തിച്ചേരേണ്ട ഇടം ഏതാണെന്നറിയോ? അത് ക്രിസ്തുവാണ്. ജീവിതത്തിൻ്റെ ഏതൊരു ഇടങ്ങളിൽ നിന്നും നമ്മൾ എത്തിച്ചേരേണ്ട, ഇമതട്ടാതെ നോക്കി നിൽക്കേണ്ട ഏറ്റവും സുന്ദരമായ ഇടത്തെ വിളിക്കേണ്ട പേരാണ് ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിൽ നമ്മളായിരുന്നാലും, ഏത് രാത്രി ഏത് പകലോ, ഏത് സങ്കടമോ ഏത് ദുഃഖമോ, ഏതൊരു യാത്രക്കിടയിലും ഇന്ന് രാത്രി ഈ ഒരു ദിവസം നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് നമ്മൾ എത്തിച്ചേരേണ്ട ഇടം ക്രിസ്തു എന്നാണ്. ആ ഇടത്തെ മാത്രം ധ്യാനിച്ച് നടക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മൾ ദൂരെ മാറി നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ രക്ഷയിലേക്ക് നയിക്കില്ല. ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ സദ്വാർത്ത എന്തായിരുന്നറിയോ? രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വരുന്നവൻ നമ്മുടെ അരികിലുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മൾ നടക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോവും. വഴിതെറ്റിപ്പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് ഏറ്റവും മനോഹരമായ രക്ഷയുടെ പാഠങ്ങളാണ്. ഇമ്മതട്ടാതെയുള്ള ഈ യാത്രയ്ക്കൊടുവിൽ നമുക്കെല്ലാവർക്കും ക്രിസ്തു ഒരു പ്രകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈശോ മേരി ക്രിസ്മസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നീലാകാശത്തൊരു നക്ഷത്രം, കുളിരുന്ന രാത്രിയിൽ ബെത്ലഹേം നാട്ടിലെ നീലാകാശത്തൊരു നക്ഷത്രം, മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്രം, കണ്ണും ചിമ്മി തിളങ്ങുന്ന നക്ഷത്രം, മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്രം, കണ്ണും ചിമ്മി തിളങ്ങുന്ന നക്ഷത്രം. മാലാഖമാരും ആട്ടിടയന്മാരും നക്ഷത്രം തേടി അണഞ്ഞിടുന്നു. അവർ നക്ഷത്രം തേടി അണഞ്ഞിടുന്നു. രാജാക്കന്മാരും വാനദൂതരും
തിരുനാഥൻ വന്നല്ലോ. വരുവിൻ വരുവിൻ മാനവരെ, നിൻ തിരുനാഥൻ വന്നല്ലോ.